തീർച്ചയായും ബിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിനൊരു മാതൃക തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി. ബിജീഷ്, നമുക്കിതിന്റെ ഒരു നാൾ വഴി കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു എസ്ഐയുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. തുടക്കഘട്ടം തൊട്ട് തന്നെ വലിയ തരത്തിലുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ കെട്ടിച്ചമച്ച ഒരു പരാതിയാണ് എന്ന് വരെ പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് ഉന്നയിക്കുന്ന കാഴ്ചകളൊക്കെ അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെയാണ് കൃത്യമായ നിർവഴിയിലേക്കുള്ള അന്വേഷണത്തിലേക്ക് കടന്നത്, ഇങ്ങനെ ഈ പ്രതിക്ക് കൃത്യമായ മരണം വരെയുള്ള ജീവപര്യന്തം എന്നൊരു ശിക്ഷ നേടിക്കൊടുക്കാൻ പ്രോസിക്യൂഷൻ എങ്ങനെയാണ് സാധിച്ചത്, അതിന്റെ നാൾ വഴി കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതില്ലേ? തീർച്ചയായും അമൃത, അതായത് 2020 ജനുവരി മാസം അതുപോലെ തന്നെ ഫെബ്രുവരി മാസം, ഈ 2 മാസങ്ങളിലായിട്ടാണ് ഈ കേസിനാസ്പദമായ ഈ സംഭവം നടക്കുന്നത്. ഒരു സ്കൂൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് സ്കൂളിലെ ശുചിമുറിയിൽ വെച്ചുണ്ടായ ഒരു ദുരനുഭവം അത് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വഴിവെച്ചു. ആദ്യം ഈ കുട്ടി ഈ സംഭവം പറയുന്നത് സ്കൂളിൽ നേരത്തെ ഇപ്പോൾ നമ്മുടെ അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ LSSന് യോഗ്യത നേടിയ കുട്ടിയാണ്. പഠിപ്പിൽ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥി, സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന പിതാവ്, കുട്ടിയുടെ പ്രസവ സമയത്ത് തന്നെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതാവ് മാത്രമാണ് രക്ഷിതാവായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കുട്ടി വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നതാണ് ആദ്യമായിട്ട് ഈ സംഭവത്തിന്റെ ഒരു പുറത്തേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിന് ഒരു ഘടകമായി മാറിയത്. കുട്ടി സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നത് കണ്ടിട്ട് മാതാവിന്റെ സഹോദരിയാണ് ഇത് സംബന്ധിച്ച് കുട്ടിയോട് ചോദിക്കുന്നത്. കുട്ടി അതിനകത്ത് നൽകുന്ന ചില സൂചനകൾ വെച്ച് നടത്തിയ അന്വേഷണവും അത് സംബന്ധിച്ച് കുടുംബം നടത്തിയ അന്വേഷണവുമാണ് ആദ്യം ഈ പറയുന്ന തരത്തിലുള്ള ക്രൂരത വെളിപ്പെടുന്ന കാര്യത്തിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് കുട്ടിയുടെ മൊഴി ചൈൽഡ് ലൈൻ എടുക്കുന്നു. ഒപ്പം തന്നെ മാതാവ് പാനൂർ പോലീസിൽ ഒരു പരാതി നൽകുന്നു. അത് 2020 മാർച്ച് മാസം 17-ന് പാനൂർ പോലീസ് കേസായി രജിസ്റ്റർ ചെയ്യുന്നു, അന്വേഷണം തുടങ്ങുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലാണ് സ്കൂൾ അധ്യാപകനായിട്ടുള്ള കെ പത്മരാജൻ എന്ന് പറയുന്ന BJPയുടെ പ്രാദേശിക നേതാവ് സ്കൂളിൽ നിന്നും നാട്ടിൽ നിന്നും മുങ്ങുന്നത്. അതോടുകൂടി പത്മരാജനിലേക്കുള്ള ആ തെളിവുകൾ പോലീസിന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ പത്മരാജനെ ആ ഘട്ടത്തിലൊന്നും അറസ്റ്റ് ചെയ്യാൻ ലോക്കൽ പോലീസ് തയ്യാറായില്ല. ഇത് വലിയ തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങൾക്കും വഴിവെച്ചു. സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനുമെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായി. ജനകീയ സമിതി അടക്കം ഈ വിഷയത്തിലേക്ക് ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിനും പിടികൂടുന്നതിനുമായിട്ടുള്ള നിർദ്ദേശം ആഭ്യന്തര വകുപ്പിൽ നിന്ന് തലശ്ശേരി ഡിവൈഎസ്പിക്ക് ലഭ്യമായി. തലശ്ശേരി ഡിവൈഎസ്പി KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പൊയിലൂരിൽ വെച്ച് ഒരു ഒളിത്താവളത്തിൽ വെച്ചാണ് ഈ കെ പത്മരാജൻ എന്ന് പറയുന്ന BJP നേതാവിനെ അന്ന് പിടികൂടിയത്. അത് മാർച്ച് 17-ന് കേസെടുത്ത് 1 മാസത്തോളം ഏപ്രിൽ 15-ാം തീയതിയാണ് പത്മരാജൻ ആദ്യം അറസ്റ്റിലാകുന്നത്. പക്ഷേ ഈ ആദ്യ അന്വേഷണം നടത്തിയ പാനൂർ പോലീസ് ഇതിനകത്ത് പറഞ്ഞത് കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഈ കേസിനകത്ത് പ്രത്യേക തെളിവുകളില്ല, കേസ് കെട്ടിച്ചമച്ചാണെന്നുള്ള രൂപത്തിൽ അവർ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇതോടുകൂടി ഈ കേസിന്റെ അകത്തുള്ള വഴിതിരിയൽ ആരംഭിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പിന്നീട് ഈ അന്വേഷണം ഫലപ്രദമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുടുംബം ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP ഇടപെട്ട് ക്രൈംബ്രാഞ്ച് IG-ക്ക് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. അങ്ങനെ അന്നത്തെ ക്രൈംബ്രാഞ്ച് IG ആയിട്ടുള്ള S ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വന്നു. ഈ അന്വേഷണ സംഘവും നേരത്തെ ലോക്കൽ പോലീസ് സഞ്ചരിച്ച അതേ വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്. അവർ പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ടുള്ള ഇതിനകത്ത് നിർണായകമായി മാറാവുന്ന മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളൊന്നും കണ്ടെത്തിയില്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ കേസിനകത്ത് ഒരു ഇടക്കാല കുറ്റപത്രം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഇടക്കാല കുറ്റപത്രം ലഭിക്കുന്നതോടുകൂടി അത് പ്രതിക്ക് സഹായകമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി. തലശ്ശേരി കോടതിയിൽ നിന്ന് പ്രതി ജാമ്യം നേടി പുറത്തിറങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. ഇതോടുകൂടിയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും തുടങ്ങുന്ന ഒരു സാഹചര്യം വന്നത്. പിന്നാലെ തന്നെ നിയമപരമായ രൂപത്തിൽ ഈ കേസിനെ നേരിടുന്നതിനുള്ള നീക്കങ്ങൾ കുടുംബവും അതുപോലെ തന്നെ കർമ്മസമിതിയും രൂപീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരും നാട്ടുകാരും ചേർന്ന് കൈക്കൊണ്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ ഈ കേസിനെതിരെ അവർ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിനെതിരെ പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ഇതിനകത്ത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് തീരുമാനമാകുന്നത്. IG ജയരാജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഈ പറയുന്ന തളിപ്പറമ്പ് DYSP TK രത്നകുമാർ, നേരത്തെ നമ്മൾ കണ്ട മയ്യിൽ SI PC രമേശൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. PC രമേശൻ എന്ന് പറയുന്ന ഈ അന്വേഷണ സംഘത്തിൽ പ്രധാന ഉദ്യോഗസ്ഥനായിട്ടുള്ള രമേശൻ സാർ പറഞ്ഞത് ഇതിനകത്ത് ആദ്യം ഈ FIR വായിച്ച ഘട്ടത്തിൽ തന്നെ ഇതിനകത്ത് വഴിതിരിഞ്ഞു പോയത് എവിടെയാണെന്നുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടു എന്നാണ്. അതിനകത്ത് ഈ കുട്ടിയുടെ മൊഴികളിലുള്ള ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വഴിയിലൂടെ അന്വേഷണ സംഘം പോയപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം സഞ്ചരിച്ചത് കുട്ടിയുടെ മൊഴികളിൽ ആദ്യം തന്നെ FIR-ൽ സൂചിപ്പിച്ച ആദ്യം ഉള്ള വാക്യങ്ങൾ, അതായത് ഈ സംഭവം എവിടെ വെച്ച് നടന്നു എന്നുള്ള കാര്യം കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. സ്കൂളിലുള്ള ശുചിമുറിയാണ്, അതൊരു ടവർ ബോൾട്ടുള്ള ശുചിമുറിയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കഥകിന് ടവർ ബോൾട്ടുള്ള ശുചിമുറിയാണെന്ന്. അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ആ അന്വേഷണത്തിലാണ് ഈ കേസിൽ
പോക്സോ വകുപ്പ് ചുമത്താൻ പറ്റുന്ന വകുപ്പുകളുണ്ടെന്ന് കണ്ടെത്തുകയും അതിനുള്ള തെളിവുകൾ ലഭ്യമാകുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് നിർണായകമായിട്ടുള്ള ഇത്തരത്തിൽ പത്മരാജന് ശിക്ഷ, ജീവപര്യന്തം ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയത്. തുടർന്ന് അവർ 2021 മെയ്യിൽ കുറ്റപത്രം പോക്സോ കോടതിയിൽ സമർപ്പിച്ചു. പോക്സോ വകുപ്പുകളുണ്ട്. പോക്സോയുടെ നിരവധി വകുപ്പുകൾ, ഒപ്പം തന്നെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള വകുപ്പുകൾ നൽകുന്നു. അതിനടിസ്ഥാനത്തിൽ ആ കുറ്റപത്രത്തിൽ കഴിഞ്ഞ, അതായത് 2024 ഫെബ്രുവരി മാസം മുതലാണ് വിചാരണ ആരംഭിക്കുന്നത്. ഏകദേശം 5 ദിവസം, ആദ്യത്തെ 5 ദിവസം കുട്ടിയെ വിസ്തരിച്ചു. ഈ 5 ദിവസത്തിന് ശേഷം കുട്ടിയുടെ സുഹൃത്ത് ഉൾപ്പെടെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ 40ഓളം സാക്ഷികളെ വിസ്തരിച്ചു. 70ഓളം തെളിവുകൾ, 77ഓളം തെളിവുകൾ പോലീസ് ഹാജരാക്കിയിരുന്നു. ആ തെളിവുകൾ, ഒപ്പം തന്നെ 14ഓളം തൊണ്ടിമുതലുകൾ, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കെ പത്മരാജൻ എന്ന് പറയുന്ന കുട്ടിയുടെ അധ്യാപകൻ ഈ കേസിനകത്ത് ഉൾപ്പെട്ട ആളാണ്, കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളാണെന്ന് പോക്സോ കോടതി കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മരാജന് ജീവപര്യന്തം, ഒപ്പം തന്നെ 2 പോക്സോ കേസുകളിലായിട്ട് 20 വർഷം വീതമുള്ള 2 ജീവപര്യന്ത കഠിന തടവും കൂടി വിധിച്ചിരിക്കുന്നത്. ഒപ്പം 2 ലക്ഷത്തോളം രൂപ പിഴയടക്കാനും കോടതി ശിക്ഷിച്ചത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു മാതൃകയാക്കാവുന്ന, അധ്യാപകർ ഇത്തരത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാതിരിക്കുന്നത് കടക്കുന്നത് തടയുന്നതിന് പര്യാപ്തമായ തരത്തിലുള്ള, അതിനൊരു ഉദാഹരണമായി മാറാവുന്ന വിധിയാണ് പാലത്തായി കേസിലുണ്ടായിരിക്കുന്നത്.